വനിതാ അഭിഭാഷകയെ അപമാനിച്ചെന്ന പരാതിയിൽ മാപ്പ് പറഞ്ഞ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ചീഫ് ജസ്റ്റിസ് വിളിച്ച ചർച്ചയിലാണ് മാപ്പ് പറഞ്ഞത്. പ്രതിഷേധം തുടരേണ്ടതില്ല എന്ന അഭിഭാഷക, അതേസമയം തങ്ങളുടെ അറിവില്ലാതെയാണ് ചർച്ച നടന്നതെന്ന് അഭിഭാഷക അസോസിയേഷൻ. കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, ചർച്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടായത്? സ്വാതി, ഇന്നലെ നാടകീയമായ സംഭവങ്ങളായിരുന്നു ഹൈക്കോടതിയിൽ അരങ്ങേറിയത്. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചായിട്ടുള്ള വണ്ടിയിൽ ഇന്നലെ അഭിഭാഷകർ ഒത്തുകൂടുകയും ജസ്റ്റിസ് ബദറുദ്ദീൻ വനിതാ അഭിഭാഷകയെ അപമാനിച്ചതിൽ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അതേ തുടർന്ന് ഇന്നലെ ജസ്റ്റിസ് ബദറുദ്ദീൻ അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ ഇന്നലെ കയറിയിരുന്നില്ല. മാത്രമല്ല, അഭിഭാഷകർ തുടർ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. ഇതിനിടയിലാണ് അഭിഭാഷക ഒരു കത്ത് അഭിഭാഷക അസോസിയേഷൻ അയച്ചിരിക്കുന്നത്. ആ കത്തിൽ പറയുന്നത് ജസ്റ്റിസ് ബദറുദ്ദീനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നുള്ളതാണ്. അത് ചീഫ് ജസ്റ്റിസ് ചേംബറിലേക്ക് ഇന്നലെ വൈകുന്നേരം 3 മണിയോടുകൂടി വനിതാ അഭിഭാഷകയെ വിളിച്ചു വരുത്തുകയും ജസ്റ്റിസ് ബദറുദ്ദീനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അപ്പൊ തന്നെ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ എല്ലാം സാന്നിധ്യത്തിൽ ഈ പ്രശ്നം പരിഹരിച്ചു. ജസ്റ്റിസ് ബദറുദ്ദീൻ തന്നോട് മാപ്പ് പറഞ്ഞു എന്നുള്ളതാണ് അഭിഭാഷക പറയുന്നത്. മാത്രമല്ല, ഇത് അസോസിയേഷനോട് അവർ നന്ദിയും പറയുന്നുണ്ട്. അതേസമയം അസോസിയേഷനിൽ 2 അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുന്നു. അഭിഭാഷക ഈ മാപ്പ് പറഞ്ഞത്, അല്ലെങ്കിൽ അഭിഭാഷകയോട് ജസ്റ്റിസ് ബദറുദ്ദീൻ മാപ്പ് പറഞ്ഞത് തങ്ങളുടെ സാന്നിധ്യത്തിലല്ലായിരുന്നു, തങ്ങളെ ഇക്കാര്യം അഭിഭാഷക അറിയിച്ചില്ല. അതിൽ വലിയ എതിർപ്പ് ഈ അഭിഭാഷക അസോസിയേഷൻ രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, നാളെ ജനറൽ ബോഡി വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിലായിരിക്കും തുടർ നടപടികൾ എന്തെടുക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അഭിഭാഷക അസോസിയേഷൻ പോകുക. സ്വാതി. ശരി സഹിൻ.